വി ഹാവ് അറൗണ്ട് 12,000 കസ്റ്റമേഴ്സ്. ഇപ്പം 4th ഇയർ ആണ് നമ്മൾ. ലുക്ക് വൈസ് നമുക്ക് പ്രീമിയം ആണെങ്കിലും നമ്മുടെ പ്രൈസിങ്ങും കോസ്റ്റിംഗ് എല്ലാം വളരെ മിനിമലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗ്രൂമിങ്ങും ചെയ്യുന്നുണ്ട്. ഗ്രൂമിങ് നമുക്കതൊരു വേറെ വെർട്ടിക്കലായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നുണ്ട്. ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരുങ്ങാൻ പോകുന്ന പോലെ അല്ലെങ്കിൽ നമ്മളൊരു ഹെയർ കട്ട് പോകുന്ന പോലെ തന്നെ ഉള്ളൊരു സ്പാ എന്ന് പറയുന്ന സെയിം ഫെസിലിറ്റി നമുക്കവിടെ ഉണ്ട്. ഗ്രൂമിങ്ങിൽ ഇപ്പം കൂടുതലും വരുന്നത് നമുക്കിവിടെ കാണുന്ന ഒരു ബ്രീഡ്സിൽ ഏറ്റവും കൂടുതലുള്ളത് ഷിറ്റ്സു, ലസാപ്സോ പോലെയുള്ള ലോങ് കോട്ട് ഹെയർ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് മന്ത്ലി വൺസ് നമുക്ക് ഗ്രൂമിങ് ചെയ്യണം. മറ്റുള്ള പെറ്റ്സിനും വേണ്ടെന്നല്ല, പക്ഷേ എന്നാലും ഇവർക്ക് കുറച്ചുകൂടെ കെയർ കൂടുതൽ കൊടുക്കണം. അപ്പോൾ അവർ വരുന്നു, അവർക്കുള്ള ഷാംപൂ, അവർക്കുള്ള കണ്ടീഷണർ, അവർക്കുള്ള വൈറ്റനിങ്, അത് കഴിയുമ്പോൾ ഹെയർ കട്ട്. അപ്പം അങ്ങനെ ഒരു പെറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂമിങ് കഴിഞ്ഞിറങ്ങണമെങ്കിൽ ഒരു 2.5 hours കഴിഞ്ഞിട്ടാണ് കല്യാണത്തിന് ഒരു വധുവിനെ ഒരുക്കുന്ന പോലെ അതേ സമയം എടുക്കും. ഇത് ഒരു പെറ്റ് ലവേഴ്സിന് ഇത് വളരെ കോമൺ ആയിട്ട് തോന്നാം, പക്ഷേ പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാത്ത പല പ്രേക്ഷകർക്കും ഇതൊരു വളരെ അത്ഭുതം തന്നെയായിട്ട് തോന്നാം. കാരണം ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ ഇത്രയും അധികം ആൾക്കാർ ഈ പെറ്റ്സുമായിട്ട് വരുമോ എന്നുള്ളത്. ഇന്നിപ്പോൾ എത്ര കസ്റ്റമേഴ്സിനെ നിങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്? നമുക്ക് വി ഹാവ് അറൗണ്ട് 12,000 കസ്റ്റമേഴ്സ്. ഇപ്പം 4th ഇയർ ആണ് നമ്മൾ. വി ഹാവ് അറൗണ്ട് 12,000 കസ്റ്റമേഴ്സ്. ഏറ്റവും വലിയ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ നിങ്ങളുടെയാണ്. നമ്മുടെ സെലിബ്രിറ്റികളൊക്കെ അവിടെ പെറ്റ്സുമായിട്ട് വരാറുണ്ട്. നമ്മുടെ അവിടെ ഒത്തിരി സെലിബ്രിറ്റീസ് നമുക്ക് ഉണ്ട്, സാധാരണക്കാരും ഉണ്ട്. അല്ലാണ്ട് നമ്മുടെ ലുക്ക് വൈസ് നമുക്ക് പ്രീമിയം ആണെങ്കിലും നമ്മുടെ പ്രൈസിങ്ങും കോസ്റ്റിംഗ് എല്ലാം വളരെ മിനിമലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് 300 rupees ഉള്ളൂ നമ്മുടെ കൺസൾട്ടേഷൻ ചാർജസ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്.